ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ യുവർ ലെബൻസ് ബ്ലോഗ്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ നല്ലോണമായപ്പോൾ മീനൊക്കെ കിട്ടാണ്ടായി. അപ്പോൾ ഉമ്മക്ക് ഭയങ്കര ബേജാറ് മീൻ കിട്ടാത്തപ്പോൾ. അപ്പോൾ ഉമ്മ എന്ത് പണിയാക്കി, മീൻ കിട്ടാത്ത ബേജാറ് മീനപ്പത്തിലൂടെ തീർക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താപ്പം മീനില്ലാത്ത മീനപ്പം എന്നല്ലേ. അപ്പോൾ ലെറ്റ്സ് എൻഡ് അവർ വീഡിയോ. ആദ്യം ചായയിലേക്ക് ഞാൻ ഒരു 2 കപ്പ് മൈദ ആവശ്യമായി ഉപ്പും വെള്ളവും നെയ്യും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, സ്മൂത്തായിട്ട് ഒന്ന് ഡോ ആക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ മാവ്, സാധാരണ ഇപ്പം നിങ്ങൾ അപ്പക്കോ ചൂടാൻ മാവ് എടുക്കുന്നില്ല, ആ ഒരു കൺസിസ്റ്റൻസി മതിയാവും. അപ്പോൾ നമുക്കിപ്പോൾ 2 കപ്പാണ് സദവേ ഉണ്ടാക്കില്ല. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കുഴച്ച് വെക്കാം മാവ്. പിന്നെ ഇതെന്ന് പറയുന്നത് ബീഫ് മസാലയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാം, വേണമെങ്കിൽ എളമ്പക്കൻ്റെ മസാല ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഉമ്മയുടെ ബീഫ് മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബീഫ് മസാല എടുത്തിട്ടായില്ലത്. ഇപ്പം ഇനി ആദ്യം എന്ത് ചെയ്യുക, ഇതേപോലെ ഇതിനെക്കാട്ടി ചെറിയ ഡോ എടുക്കണം, ബോളാക്കി ഇതേപോലെ ഓവൽ ഷേപ്പിൽ മുറിച്ച് എന്നിട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ മസാല നടുക്ക് വെച്ച് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഫോൾഡ് ആക്കിയെടുക്കാം. അപ്പോൾ ഒരു മീനിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. ഇതേപോലെ ഫോൾഡാക്കും ശ്രദ്ധിക്കാൻ ഇടയൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതിലേക്ക് എണ്ണ കടന്നിട്ട് അപ്പം ശരിയായിട്ട് വരില്ല. അപ്പം ഹോൾസൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് കുറച്ചൊന്ന് കയറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുക. പിന്നെ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുരുമുളക് കൊണ്ട് മീനിൻ്റെ കണ്ണുണ്ടാക്കി കൊടുത്താൽ മീനപ്പം റെഡി. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളത് ചെയ്തെടുക്കാം. മാക്സിമം നിങ്ങൾ റൗണ്ടിലാങ്ങോട്ട് ഏറ്റവും നല്ലത് ഓവൽ ഷേപ്പിൽ നമ്മൾ പരത്തിയെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മീൻ ഇതേപോലെ നന്നായിട്ട് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. റൗണ്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഏറ്റവും കുറച്ചും കൂടി ഈസിയാണെന്ന് എനിക്ക് തോന്നിയത് ഇതേപോലെ ഓവൽ ഷേപ്പിൽ പരത്തുമാണ്. എന്നിട്ട് ഇതേപോലെ ഫോൾഡാക്കി ഒരു കണ്ണും വെച്ച് ഇതാക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ചൂടുള്ള എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. നിങ്ങളുടെ അടുത്ത് ഓവൻ ഉണ്ടെങ്കിൽ ഇതിന് മുകളിൽ കുറച്ച് ബട്ടർ മെൽറ്റാക്കിയിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഓവനിൽ വെച്ചാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓവനിലല്ല, സാധാരണ നമ്മൾ പൊരിച്ചെടുക്കും പോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ഇതേപോലെ ഈസി റെസിപ്പീസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Then don't miss my next video. Stay tuned.